ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്, നമ്മുടെ നിയന്ത്രണമില്ലാത്ത കോപത്തെ നാം നിയന്ത്രിച്ചില്ല എങ്കിൽ നമുക്ക് നഷ്ടങ്ങളും ദുരിതങ്ങളും കൂടിക്കൂടി വരും എന്നതാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഒരുപക്ഷെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കത്തില്ല. കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, കോപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കോപം നമുക്ക് തന്നെ നാശമുണ്ടാക്കും. അനിയന്ത്രിതമായ കോപം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ കർത്താവേ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കോപം എടുത്തു മാറ്റി സൗമ്യതയും ശാന്തതയും കൈവരിച്ചാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് നാം പാത്രരാകുന്നതിനും ഇത് സഹായകമാകും. അതിനാൽ നമ്മെ നശിപ്പിക്കുന്ന കോപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും നാം ഇന്നും എന്നും ഒഴിഞ്ഞു നിൽക്കുക. കർത്താവിൻ്റെ ശാന്തതയുടെയും സൗമ്യതയുടെയും ദയയുടെയും പരിശുദ്ധാത്മാവിനെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ചോദിച്ചു വാങ്ങാം. ഇന്നത്തെ ദിവസം എല്ലാവരോടും ശാന്തമായി സൗമ്യമായി ഇടപെടാൻ നമുക്കിന്ന് കഴിയട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും ഇന്ന് പാത്രരാകുന്നതിന് വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയോഗം ഇതായിരിക്കട്ടെ: നിങ്ങളുടെ കോപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും എന്നേക്കുമായി മോചനം തേടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു നിയോഗം ഇന്ന് വെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി അവിടുന്ന് കരുണ കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ഈ തിരുവചനം ഞങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള വചനമാണ്. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്നുവരെ ഞാൻ കോപം നല്ലതെന്ന് എൻ്റെ ധൈര്യത്തിൻ്റെ ഭാഗം എന്ന് ഞാൻ കരുതി. എന്നാൽ കോപം ഏറ്റവും തിന്മയാണ് എന്ന് ഈ വചനം എന്നെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞാൻ ദിവസവും പലരോടും കോപത്തോടെ സംസാരിക്കുന്നു. കോപം എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ അന്തരാത്മാവിൽ നിന്ന് കോപത്തിൻ്റെ പൈശാചിക ശക്തിയെ, കോപത്തിൻ്റെ പൈശാചിക ദുരാത്മാവിനെ എന്നേക്കുമായി ദൂരീകരിച്ച് അങ്ങയുടെ സൗമ്യതയുടെയും ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും
പരിശുദ്ധാത്മാവിനെ ഇന്ന് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പുതിയ ഒരു അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിൻ്റെ ദയയും കൃപയും ശാന്തതയും സൗമ്യതയുടെയും ശക്തി നൽകി ഇന്നും എന്നും എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ കോപത്തിൽ നിന്നും എന്നെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. കർത്താവെ, ഇന്ന് വരെ ഞാൻ കോപിച്ച് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കോപം കാരണം എൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ എന്നെ മതിപ്പില്ല. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അധികപ്പറ്റാണ്. എന്നാൽ അതിന് കാരണം എൻ്റെ തന്നെ കോപമാണ്. കർത്താവെ, എനിക്ക് കിട്ടാത്ത സ്നേഹം ആരുടെയെന്നെങ്കിലും എനിക്ക് കിട്ടണം എന്ന വാശിയും ആ വാശിയിൽ നിന്നുണ്ടാകുന്ന കോപവും കർത്താവെ, ഞാനറിയാതെ എന്നെ ദിവസവും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അനിയന്ത്രിതമായ കോപം കാരണം സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും എന്നെ വിട്ടകന്നു പോകുന്നു. കർത്താവെ, ആർക്കും എന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ല. എന്നാൽ ഓരോ ദിവസവും രാത്രിയും സ്നേഹത്തിനു വേണ്ടി അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഹൃദയം തേങ്ങുന്നു. കർത്താവെ, ഇതിൻ്റെ എല്ലാം കാരണം എൻ്റെ കോപമാണ്. സ്നേഹമില്ലാതെ ഞാൻ വളർന്നതിൻ്റെ കാരണമാണ് ഇന്ന് എനിക്ക് അനിയന്ത്രിതമായ കോപമുള്ളത്. എന്നാൽ ഇതെനിക്ക് നികത്തുവാൻ എൻ്റെ മാതാപിതാക്കളോ എന്നെ സ്നേഹിക്കേണ്ടവരോ ഇന്നില്ല. എന്നാൽ എൻ്റെ കർത്താവായ യേശുവേ, അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. അനാദി മുതലേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇത്രമാത്രം സ്നേഹം കർത്താവേ നീ എനിക്ക് തരുമ്പോൾ ഞാൻ എന്തിന് മനുഷ്യരിൽ നിന്ന് ഈ സ്നേഹം ആഗ്രഹിക്കുന്നു? എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ സ്നേഹം, നീയാണ് എൻ്റെ സൗമ്യത, നീയാണ് എൻ്റെ ശാന്തത. കർത്താവായ ദൈവമേ, നീയാണ് എൻ്റെ സമാധാനം. ഇന്നത്തെ ദിവസം എൻ്റെ അന്തരാത്മാവിൽ നിന്ന് കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ, ദേഷ്യത്തിൻ്റെ ദുഷ്ടാത്മാവിനെ എന്നേക്കുമായി ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ശാന്തതയുടെ പരിശുദ്ധാത്മാവിനെ, സൗമ്യതയുടെ പരിശുദ്ധാത്മാവിനെ ഇന്നെനിക്ക് നൽകി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, അനിയന്ത്രിതമായ കോപം കാരണം ഇന്നുവരെ എനിക്കൊന്നും നേടിയെടുക്കാൻ സാധില്ല. മറിച്ച് എൻ്റെ അധ്വാന ഫലം പോലും എനിക്ക് നഷ്ടപ്പെടുന്നു. അവിടുത്തെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നുവല്ലോ, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഈ സമയം ഞാൻ ആരോടൊക്കെ കോപിച്ചിട്ടുണ്ടോ, എന്നോട് ആരൊക്കെ കോപിച്ചിട്ടുണ്ടോ, എന്നെ സ്നേഹിക്കാത്തവരെ, എന്നെ വെറുക്കുന്നവരെ എല്ലാം ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ക്ഷമിക്കുന്നു. എനിക്കെതിരെ പിറുപിറുക്കുന്ന വ്യക്തികളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു. എനിക്ക് സ്നേഹം തരാതെ കടന്നുപോയ എൻ്റെ അപ്പനോടും എൻ്റെ അമ്മയോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സ്വന്തം മാതാപിതാക്കളോട്, സ്വന്തം അപ്പനോട്, സ്വന്തം അമ്മയോട് ഇനിയും ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, ജീവിത പങ്കാളിയോട്, മകനോട്, മകളോട്, മരുമക്കളോട് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, അമ്മായിയമ്മയോട്,
അമ്മായിയപ്പനോട് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, മാതാപിതാക്കളോട് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, മക്കളോട് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, ഇന്ന് ഈ സമയം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാൻ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ നൽകണമേ. കോപത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്നുവരെ കോപിക്കുന്നത് ഒരു വലിയ അന്തസ്സാണ് എന്ന് ഞാൻ കരുതി. എന്നാൽ കോപം കർത്താവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത പാപമാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ദൈവമേ, എൻ്റെ അഹങ്കാര സ്വഭാവം എടുത്തു മാറ്റി എല്ലാവിധ തിന്മയിൽ നിന്നും എന്നെ പൂർണ്ണമായി ഇന്ന് മോചിപ്പിക്കണമേ. അതിനാൽ തന്നെ എൻ്റെ അധ്വാന ഫലം അനുഭവിക്കുവാൻ എന്നിൽ നിന്ന് കോപം എന്നേക്കുമായി എടുത്തു കളഞ്ഞ് എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടിയും പിഴുതെറിയപ്പെടും എന്ന തിരുവചനം ഇന്ന് അന്വർത്ഥമാക്കണമേ. എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ അന്തരാത്മാവിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ എന്നേക്കുമായി ദൂരീകരിക്കണമേ, പിഴുതു മാറ്റണമേ, എടുത്തെറിയണമേ. കർത്താവേ, എന്നെ നീ സ്വതന്ത്രനാക്കണമേ, സ്വതന്ത്രയാക്കണമേ. കോപത്തിൽ നിന്നും എന്നെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവേ, ശാന്തതയുടെയും സൗമ്യതയുടെയും ആത്മാവാണ് ഏറ്റവും ധൈര്യമുള്ള ആത്മാവ്. അതിനാൽ തന്നെ എന്നെ ജീവിതത്തിൽ ഉയരുവാൻ, എൻ്റെ അധ്വാന ഫലം എനിക്ക് തന്നെ ഉപയോഗിക്കുവാൻ, എൻ്റെ അധ്വാന ഫലം ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഉപയോഗപ്രദമാകുവാൻ, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ അന്തരാത്മാവിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് കോപത്തെ എന്നേക്കുമായി ദൂരീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ അപ്പനോട്, അമ്മയോട്, കുടുംബത്തിൽ ഓരോരുത്തരോടും, എൻ്റെ സഹോദരനോട്, എൻ്റെ സഹോദരിയോട്, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ ക്ഷമിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരോട്, എൻ്റെ നന്മകളെ തട്ടിയെടുത്തവരോട്, എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവരോട്, എന്നിൽ നിന്ന് ധാരാളം നന്മകൾ സ്വീകരിച്ച് എന്നെ തകർക്കുവാൻ ശ്രമിച്ചവരോട്, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവരോടും ക്ഷമിക്കുന്നു. അവരോട് ഞാൻ സ്നേഹിക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ, സൗമ്യതയുടെയും ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ എന്നെ നീ നിറയ്ക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ശാന്തശീലനായതുപോലെ എന്നെയും ശാന്തശീലനാക്കണമേ, ശാന്തശീലയാക്കണമേ. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം കാരാഗ്രഹവാസം എനിക്കുണ്ടാകാതിരിക്കാൻ, കാരാഗ്രഹ അനുഭവം എനിക്കുണ്ടാകാതിരിക്കാൻ, ദുഃഖവും ദാരിദ്ര്യവും ഏകാന്തതയും വിമർശനവും കോപവും അപവാദങ്ങളും കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മടുത്തു. കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, ദാരിദ്ര്യം, പട്ടിണി, ആരും ബഹുമാനിക്കാത്ത അവസ്ഥ, ആരും സ്നേഹിക്കാത്ത അവസ്ഥ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, അങ്ങനെ ഈ കാരാഗ്രഹവാസം, കാരാഗ്രഹ അവസ്ഥ, അനുഭവം എന്നിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റണമേ. കർത്താവേ, അങ്ങയുടെ ശാന്തതയുടെയും സൗമ്യതയുടെയും പരിശുദ്ധാത്മാവിനെ, അങ്ങയുടെ സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ശാന്ത സ്വഭാവം, അങ്ങയുടെ വിനീത ഹൃദയം എനിക്ക് നൽകണമേ. അങ്ങ് ശാന്തശീലനായതുപോലെ എന്നെയും ശാന്തതയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഇന്നു മുതൽ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിൽ നിന്ന് കോപം എടുത്തു മാറ്റണമേ. ഞാൻ ചെയ്യുന്ന ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നതിന്, ഏറ്റവും
എല്ലാവരോടും ഉചിതമായി പെരുമാറുന്നതിന് കർത്താവേ, എൻ്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ ചെയ്യുന്ന ജോലികൾ എനിക്ക് പ്രയോജനപ്പെടുന്നതിന്, എൻ്റെ മക്കൾക്ക് പ്രയോജനപ്പെടുന്നതിന്, എൻ്റെ ജീവിത പങ്കാളിക്കും മാതാപിതാക്കൾക്കും പ്രയോജനപ്പെടുന്നതിന് കർത്താവേ, എന്നിൽ നിന്നും കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ എടുത്തു മാറ്റണമേ. എന്നേക്കുമായി അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് എനിക്ക് കിട്ടാതിരുന്ന സ്നേഹം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ അംഗീകാരം, ഇവയെല്ലാം എനിക്ക് നൽകി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനം കർത്താവേ, ഇവയെല്ലാം എനിക്ക് നൽകി. എൻ്റെ ഹൃദയത്തെ, എൻ്റെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, നിൻ്റെ വചനം ഇപ്പോൾ എന്നെ സൗഖ്യപ്പെടുത്തട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഞാൻ നിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന കർത്താവാണ്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അമ്മയോ അപ്പനോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ അറിയുന്ന, നിന്നെ സാന്ത്വനിപ്പിക്കുന്ന കർത്താവായ ദൈവം ഞാനാണ്. നീ എന്നിൽ വിശ്വസിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നത്തെ ദിവസം നിൻ്റെ ശക്തിയിൽ, നിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, നിൻ്റെ ഈ തിരുവചനം ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കോപത്തിൻ്റെ ദുഷ്ടാത്മാവ്, ദുരാത്മാവ് എന്നേക്കുമായി വിട്ടുപോകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതം, സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ജീവിതം അന്തസ്സോടെ ജീവിക്കുവാൻ എൻ്റെ കർത്താവേ, എന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ യേശു ക്രിസ്തുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. അപ്പോൾ ഞാൻ തൊടുന്നതെല്ലാം പൊന്നാകുന്ന രീതിയിൽ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അത്ഭുതകരമായ ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, എല്ലാറ്റിനും ഉപരിയായി ശാന്തതയുടെയും സൗമ്യതയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഇന്ന് എനിക്ക് നൽകി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൽകി, എൻ്റെ സ്നേഹിതർ, ഞാൻ ഇടപഴകുന്ന എല്ലാവർക്കും നൽകി, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞാൻ ഇടപഴകുന്ന ഓരോ വ്യക്തിയോടും ഞാൻ ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു തരണമേ. എൻ്റെ നാവിന് കടിഞ്ഞാണിട്ട് എൻ്റെ അധരങ്ങൾക്ക് അവിടുന്ന് കാവലേർപ്പെടുത്തണമേ. ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഇന്നെന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തി ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വൻ വിജയം നൽകി, പരിപൂർണ സംരക്ഷണം നൽകി, അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാനുള്ള കൃപ നൽകി, ഓരോ പ്രഭാതത്തിലുമുള്ള അങ്ങയുടെ പുതിയ സ്നേഹം നൽകി ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ശാന്തമായി പെരുമാറാൻ, ശാന്തതയുടെ മഹത്വം, സൗമ്യതയുടെ മഹത്വം തിരിച്ചറിയുവാൻ, സമാധാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ, കോപത്തിൻ്റെ ദുരാത്മാവിനിൽ നിന്ന് എന്നേക്കുമായി വിട്ടകലുവാൻ, അമ്മേ മാതാവേ, എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം കോപത്തിൽ നിന്ന് നമുക്ക് പരിപൂർണ വിടുതൽ നൽകി, മോചനം നൽകി, ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സൗമ്യതയുടെയും പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് സ്വന്തമാക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകട്ടെ, നിങ്ങളെ സംരക്ഷിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.